ഈ സിനിമാ പ്രവർത്തകർ കൂട്ടത്തോടുകൂടി രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ മുകേഷ് മത്സരിക്കുന്നു, സുരേഷ് ഗോപി മത്സരിക്കുന്നു. താങ്കൾ ഈ രാഷ്ട്രീയ പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടോ എപ്പോഴെങ്കിലും? നോക്കാം, നമുക്ക് നോക്കാം. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ സമീപിച്ചിരുന്നു? ഞാൻ അങ്ങോട്ടോ? അല്ല, ഇങ്ങോട്ട്. എന്നെ സമീപിക്കുന്നുണ്ട്. ഉണ്ട്. അതിപ്പോൾ വെളിപ്പെടുത്താറായിട്ട് അതൊന്നും ഇപ്പം എന്നെ എനിക്ക് ഒരു എന്താ പറയുക താല്പര്യം തോന്നുന്ന വിഷയമായിട്ടില്ല. കാരണം എൻ്റെ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നുള്ള. ഇപ്പോൾ ചാവേർ പോലുള്ള രാഷ്ട്രീയ സിനിമകളിലേക്ക് കടന്നു വരുന്നു. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയം പറയാൻ നല്ലത് രാഷ്ട്രീയം നേരിട്ട് പറയാണല്ലോ. സിനിമയേക്കാൾ കൂടുതൽ രാഷ്ട്രീയം നേരിട്ട് പറയാൻ രാഷ്ട്രീയ പാർട്ടികളൊരു വേദിയാണല്ലോ. അത് സിനിമയും രാഷ്ട്രീയം എന്ന് പറയുമ്പോഴേ സിനിമ ഒരുപാട് വ്യത്യസ്തമായൊരു മേഖലയാണ്. രാഷ്ട്രീയം പോലെയല്ല. രാഷ്ട്രീയ പ്രവർത്തകൻ്റെ മാതിരി നമുക്ക് ആവാൻ പറ്റില്ല. ഫുൾ ടൈം ജനങ്ങളോടൊപ്പം നിൽക്കണം. രാവിലെ ഉറങ്ങി എണീറ്റ് വരുമ്പോൾ തന്നെ പ്രശ്നങ്ങളുണ്ടാവും, അല്ലേ? ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഇത് പരിഹരിക്കാനായിട്ടെങ്കിലും ഇതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഞാൻ നോക്കിയിട്ടുണ്ട്. അത് ഏത് പാർട്ടിക്കാരനായാലും, CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഈവൻ BJP ആണെങ്കിലും ഒക്കെ തന്നെ ഇവരൊക്കെ തന്നെ ഇപ്പോഴും ജനങ്ങളുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ. കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ, അവർ മത്സരിക്കുന്നില്ല ഇപ്രാവശ്യം, അവർക്ക് ഇഷ്ടമല്ല. കോൺഗ്രസിൻ്റെ ആൾക്കാരാണ്. ജനങ്ങളുടെ കൂടെ അല്ലാത്ത ഒരു നേതാവിനെ തള്ളിക്കളയും. തള്ളിക്കളയും. പക്ഷേ അങ്ങനെ ആവാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും. നമ്മളങ്ങനെ ആൾക്കാരെ അറ്റൻഡ് ചെയ്ത് ആൾക്കാരുടെ കാര്യങ്ങളിൽ ഇടപെട്ട്. ആർക്കെങ്കിലും വേണ്ടി പ്രചാരണത്തിന് പോകുമോ? വളരെ വ്യക്തിപരമായ ബന്ധമുള്ള. വ്യക്തിപരമായിട്ട് പ്രചാരണം പബ്ലിക്കായിട്ടോ? പബ്ലിക്കായിട്ടല്ലെങ്കിലും പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. ഇപ്പോഴല്ല, പ്രദീപ് കുമാർ മത്സരിക്കുമ്പോൾ ഞാൻ പ്രദീപ് കുമാറിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം. അവൻ MLA മത്സരിക്കുമ്പോഴും ഞാൻ പോയിട്ടുണ്ട്. നികേഷ് കുമാറിന് വേണ്ടി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് അവിടെ, അഴീക്കോട്. അഴീക്കോട്. അന്നൊരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് ആ സമയത്ത്. സുരേഷ് ഗോപിക്ക് വേണ്ടിയോ? ഇല്ലല്ലോ, സുരേഷ് ഗോപിക്ക് വേണ്ടിയോ. ഇപ്പോൾ രാഷ്ട്രീയ മത്സരങ്ങൾ അവസാനമായിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളെക്കുറിച്ച് ഞാൻ ചില അഭിപ്രായം ചോദിക്കാം. നമ്മൾ ഏറ്റവും അടുത്ത്, അതാണ് ഏറ്റവും പ്രശ്നം, വടകര. അത് കാര്യം. സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചരണത്തിന് ഞാൻ പോകില്ല. പക്ഷേ സുരേഷ് ഗോപി എന്നോട് പറയാണ്, നിങ്ങൾ ഹൃദയം എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കൊടുക്കും. കാരണം എന്താ പറയുമോ, നമുക്ക് എന്തൊരു പ്രശ്നം വന്നാലും അപ്പം ഫോൺ ചെയ്യും, ചോദിക്കും അതിന് എന്ത് വേണം എന്നുള്ള പരിഹാരം. ഇത് BJP കാരനല്ലാത്ത സുരേഷ് ഗോപി. അയാളുടെ പൊളിറ്റിക്സിനോട് മാത്രമേ വിയോജിപ്പുള്ളായിരിക്കും. അയാൾ നല്ല മനുഷ്യനാണ്, ബെസ്റ്റ് ഹ്യൂമൻ ബീയിങ് ആണ്. അയാൾ BJP അല്ലായിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു അല്ലേ? സ്വതന്ത്രം ചെയ്യുന്നോട്ടെ. ഞാൻ അവിടെ പോയിട്ട് അരയും തലയും മുറുക്കി ഇറങ്ങിയിരുന്നു. ഞാൻ BJP എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്സ് വന്നതിൽ. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലബാറിൽ ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലമാണ് വടകര. ഷാഫി പറമ്പിലിൻ്റെ പേര് നേരത്തെ പറഞ്ഞു. അതുപോലെ കേരളം ചർച്ച ചെയ്ത കേരളത്തിൻ്റെ ഒരു ബ്രാൻഡാണ് ടീച്ചറമ്മ. ശരിക്കും ശൈല ടീച്ചറും ഷാഫി പറമ്പിലും തമ്മിൽ നടക്കുന്ന വലിയ ഫൈറ്റാണ് വടകരയിൽ. എങ്ങനെയാണ് ആ ഫൈറ്റിനെ കാണുന്നത്? 1-2 മണ്ഡലം ചോദിച്ചാൽ. അല്ല, ആ ഫൈറ്റിൽ കാണാൻ ഷാഫി പറമ്പിൽ ജയിക്കുന്ന ഉറപ്പല്ലേ? അത് കാരണം ഈ രണ്ട് നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു അവിടെ. പറയാൻ പറ്റാത്ത, പ്രവചിക്കാനാവാത്തൊരു മത്സരമായി മാറിയാനേ. പക്ഷെ എന്ത് സംഭവിച്ചു വെച്ചാൽ, ഈ TP വധക്കേസിൻ്റെ രണ്ടാമത്തൊരു ഇത് വന്നല്ലോ, ഹൈക്കോടതി വിധി വന്നത് ഭയങ്കര അടിയായി. ആ സമയത്ത് ടീച്ചർ കുഞ്ഞനന്തേട്ടനെ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തതും ഭയങ്കര ഒരു ചർച്ചയായി. ഞാൻ പോയിരുന്നു കേട്ടോ, വടകരയിൽ പോയിരുന്നു TP അനുസ്മരണത്തിൽ. അപ്പോൾ നമ്മൾ അവിടുത്തെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തതാണ് പലരോടും. രണ്ടാമത് ഈ ബോംബ്, ശരിക്കും ബോംബ് ലക്ഷ്യം വെച്ചത് ആരെയാണ്? ഷാഫീനെയാണോ എനിക്കറിയില്ല, രാഹുൽ മാങ്കൂട്ടത്തിലാണോ എന്നറിയില്ല. ടീച്ചറെ അവിടെയും പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിലും ചില ആൾക്കാർക്ക് ചെയ്യാം. ടീച്ചറെ ഇരയാക്കുക എന്നുള്ള, അങ്ങനെ ആവാം. ടീച്ചർ ആസ് എ പേഴ്സൺ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ് ഞാൻ അറിയുന്നത്. എനിക്ക് പരിചയമില്ല. അവർ കൊള്ളാവുന്ന മിനിസ്റ്ററായിരുന്നു. അതിൻ്റെ പേരിൽ എന്തൊക്കെ നടക്കുന്നു. ഒന്നും നമുക്ക് അറിയാത്ത കാര്യം നമ്മൾ പറയരുത്. നല്ല കാൻഡിഡേറ്റാണ് എനിവേ. പക്ഷേ വടകരയിൽ അവർ പരാജയപ്പെടുക നല്ലതെൻ്റെ അഭിപ്രായം. കാരണം എന്താ പറയുക, പരാജയപ്പെട്ട അവർക്ക് അടുത്ത പ്രാവശ്യം MLA മത്സരിക്കാം. MLA മത്സരിച്ചാൽ മുഖ്യമന്ത്രിയാവും ചെയ്യാം. മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇരിക്കട്ടെ അല്ലേ? മുഖ്യമന്ത്രി ആവേണ്ട ആളാണ്. ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയ മത്സരം കേരളത്തിൽ 20 മണ്ഡലങ്ങളിൽ നല്ല മത്സരം നടക്കുന്നപ്പോൾ തിരുവനന്തപുരം ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരനും തമ്മിൽ മത്സരം. തൃശ്ശൂർ സുനിൽകുമാറും മുരളീധരനും സുരേഷ് ഗോപിയും തമ്മിൽ നടക്കുന്ന മത്സരം. ഇതിൽ വളരെ ഗ്ലാമറസായി തോന്നിയ, നല്ല രാഷ്ട്രീയമുള്ള മത്സരം തോന്നിയ എവിടേക്കാണ്? തിരുവനന്തപുരം നമുക്ക് ഉറപ്പിക്കാം ശശി തരൂർ ജയിക്കുന്നുള്ളത്. കാരണം മറ്റേത് കെട്ടിയിറക്കിയ ഒരാളാണ്. ഇപ്പം പുറത്ത് പോയി പഠിച്ചു എന്നുള്ളതുകൊണ്ട് ഒരാളായില്ല. പുറത്ത് പോയി പഠിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പുറത്ത് പോയി പഠിച്ചതുകൊണ്ടല്ല, പുറത്ത് പോയി പഠിച്ച ആൾ എന്ത് രാഷ്ട്രീയം പറയുന്നത് വളരെ പ്രധാനം. ശശി തരൂർ എവിടെ ജയിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നു. പിന്നെ ആറ്റിങ്ങിൽ നമ്മൾ പറയേണ്ട കാര്യമില്ല, കൊല്ലം പറയേണ്ട കാര്യമില്ല, പ്രേമേന്ദ്രൻ തന്നെ ജയിക്കുള്ളൂ. മുകേഷ് നമ്മുടെ സുഹൃത്താണ്, പറഞ്ഞ കാര്യമൊന്നുമില്ല. പിന്നെ തൃശ്ശൂരിലേക്ക് വന്നാലോ? അത് തൃശ്ശൂരോ? തൃശ്ശൂർ
ശരിക്കും നല്ല കോമ്പറ്റീഷനാണ്. അവിടെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ പറയുന്നില്ല. നല്ല കോമ്പറ്റീഷനാണ്, നല്ല കാൻഡിഡേറ്റ്സാണ്, എസ്പെഷ്യലി സുനിൽകുമാർ. ഈ പ്രാവശ്യം LDFിലുള്ള കാൻഡിഡേറ്റ്സിൽ ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് സുനിലാണ്. സുനിൽ എനിക്ക് അറിയുകയും ചെയ്യാം, ആസ് എ മിനിസ്റ്റർ എന്നുള്ള എനിക്ക് അല്ലാതെയൊക്കെ അറിയാം. വളരെ ഡൗൺ ടു എർത്തായ മനുഷ്യനാണ്. അതുകൊണ്ട് അത് നല്ലൊരു തൃശ്ശൂരിൽ ആര് ജയിക്കണം എന്നുള്ളത് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് അല്ലേ? ജയിക്കണം എന്നുള്ളതല്ല, ആര് ഇപ്പം മുരളി ജയിച്ചാലും സുനിൽ ജയിച്ചാലും അവിടെ പോയ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും, കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരാൾ ജയിച്ചോട്ടെ. ശരി, ഞാൻ അവസാനത്തെ ചോദ്യമാണ്. പല വേദികളിലും കണ്ടിട്ടുണ്ട്. ബാലഗോകുലത്തിൻ്റെ വേദിയിലുണ്ടായിട്ടുണ്ട്, അരേ സമായത്തിൻ്റെ വേദിയിലുണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു DYFIൻ്റെ തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തു പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇങ്ങനെ വേദികളിൽ പങ്കെടുക്കുമ്പോൾ ജോയ് മാത്യു തന്നെ സിനിമാക്കാരനായിരിക്കും അവർ വിളിക്കുന്നുണ്ടായിരിക്കുക. രാഷ്ട്രീയക്കാരനായിട്ട് ഏത് വേദിയിൽ പ്രത്യക്ഷപ്പെടാനാണ് താല്പര്യം? അല്ല, ഇവർ വിളിക്കുന്നൊന്നും ഈ സിനിമാക്കാരെന്നുള്ളതൊക്കെ മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ ഇഷ്ടംപോലെ സിനിമാക്കാർ കേരളത്തിലുണ്ട്. ഞാൻ വലിയൊരു പ്രാസംഗികനുമല്ല, കാണാൻ വലിയ അട്രാക്റ്റീവ് ഒന്നുമല്ലല്ലോ. നീ പറഞ്ഞത് നന്നായി. അതല്ല അതിൻ്റെ ക്രൈറ്റീരിയ. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ കാര്യങ്ങൾ സോഷ്യൽ ഇഷ്യൂസിലൊക്കെ ഇടപെടുന്നത് കൊണ്ടുള്ളൊരു സ്നേഹം, ആ സ്നേഹം എനിക്ക് എല്ലാ സ്ഥലത്തും കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ യാത്ര പോവുകയാണെങ്കിലും സിനിമാക്കാരെന്നുള്ള രീതിയിലല്ല എന്നോട് ആൾക്കാർ ഇന്ന് പോയി മരിച്ച വീട്ടിൽ നിങ്ങളെ എഴുതുന്നതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയും. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയാറുണ്ട്, കോൺഗ്രസ്സുകാരും പറയാറുണ്ട്, കോൺഗ്രസ്സുകാർ കൂടുതൽ പറയുന്നുണ്ട്. കോൺഗ്രസ്സുകാരെ ഞാൻ കോൺഗ്രസ് അയച്ചിട്ട് എന്നെ വിളിച്ചോണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് ഒരു പരിപാടിക്ക്. സതീഷിനൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്. ഞാൻ വെറുതെ പുസ്തകം വായിക്കുന്ന ആളത്. അപ്പോൾ എന്താ വെച്ചാൽ അരേ സമാജത്തിന് പോയി. അപ്പം ഞാൻ എന്നെ മനസ്സിലാക്കുന്നത് ഞാനൊരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പബ്ലിക് പ്രോപ്പർട്ടിയാണ്. എൻ്റെ സിനിമ CPM മാത്രം കണ്ടാൽ മതി, അത് എൻ്റെ സിനിമ BJPക്കാർ മാത്രം കണ്ടാൽ മതി, എൻ്റെ സിനിമ ലീഗുകാർ കാണണ്ട. അങ്ങനെ പറ്റില്ല. എൻ്റെ സിനിമ എല്ലാവരും കാണുകയും എല്ലാവരും എന്നെ സ്നേഹിക്കുകയും വേണം. ആസ് എൻ ആക്ടർ എന്നുള്ള എനിക്ക് എന്നെ ഇഷ്ടപ്പെടണ്ടേ? ഞാൻ അവരോട് കമ്മിറ്റഡാണ്. അല്ലാണ്ട് അയാൾ രാഷ്ട്രീയം CPMകാരനാണ്, അയാൾക്ക് ഇഷ്ടമല്ല, അങ്ങനെ ഞാൻ പറയുന്നു. എനിക്കിഷ്ടം അങ്ങനെ ശരിയല്ല. അത് എല്ലാ ആർട്ടിസ്റ്റുകളും പബ്ലിക് പ്രോപ്പർട്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എഴുത്തുകാരും. കാരണം നിങ്ങൾ എഴുതുന്നത് വായിക്കാൻ ആളില്ലേ, പിന്നത്തെ കാര്യം. അപ്പോൾ ഇങ്ങനെ വിളിക്കുന്ന ഏത് സദസ്സിലും ഞാൻ പോകും. പക്ഷേ അവരോട് ഞാൻ പറയും, അവിടുന്ന് പറയും, മുമ്പും പറയും, നിങ്ങൾ വിചാരിക്കുന്ന ആളല്ലേ, ചോദിച്ചു നോക്കും. നീ ആരോട് നിങ്ങൾ പറയുന്നത് ഞാൻ പറയില്ല. എനിക്കിഷ്ടമുള്ള ഞാൻ പറയാം. അങ്ങനെ പറയാം. എനിക്കിഷ്ടം. ഇപ്പോൾ നിന്നോട് ഇൻ്റർവ്യൂ വിളിച്ചപ്പോൾ പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള ഞാൻ പറയാം. അരേ സമാജത്തിൽ ഞാൻ പോയി. അന്ന് മേയർ വരാമെന്ന് പറഞ്ഞിരുന്നു, ബീന ഫിലിപ്പ്. ലാസ്റ്റ് മിനിറ്റ് അവർ പിന്മാറി. വീഡിയോ സന്ദേശം അയച്ചു. അവർ പിന്മാറി. വീഡിയോ സന്ദേശം നീ കണ്ടു. വീഡിയോ സന്ദേശം അയച്ചു. ഞാൻ പോയി. എനിക്കതിൽ യാതൊരു നാണക്കേടും തോന്നിയിട്ടില്ല, ഒരു അപമാനം തോന്നിയിട്ടില്ല. എനിക്ക് അഭിമാനമേ തോന്നിയിട്ടുള്ളൂ. കാരണം അവരുടെ സ്നേഹം അമ്മാതിരിയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോഴേക്കും ഒരു കൊട്ട മീനാണ് കൊടുത്തയച്ചത്. ഞാൻ പൈസ ഒന്നും വാങ്ങാറില്ലല്ലോ ഇതിനൊന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ സ്നേഹമാണെന്ന് പറഞ്ഞു. അങ്ങനെ സ്നേഹത്തോടുകൂടെ പലരും പലതും എത്തിക്കും. ഈ ഇടതുപക്ഷത്തെ വിമർശിക്കുന്നത് ഇടതുപക്ഷത്തെ നന്നാക്കാനാണോ, അല്ലെങ്കിൽ ഇനി നന്നാവില്ല എന്നുള്ളതുകൊണ്ടാണ്? ഞാൻ ഇടതുപക്ഷമാണ്. നിങ്ങൾ പറയുന്നത് ഈ CPM CPI മാത്രമല്ല ഇടതുപക്ഷം. ഇടതുപക്ഷ വിമർശകൻ എന്ന് പറഞ്ഞാലേ ഇടതുപക്ഷ വിമർശകൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയുന്ന വ്യാജ ഇടതുപക്ഷ വിമർശകൻ. ഇത് ഈ ഇടതുപക്ഷം വ്യാജമാണ്. ശരിക്കുള്ള ഇടതുപക്ഷം ഇതല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പ്രോഗ്രസീവായി ചിന്തിക്കുക, പ്രോഗ്രസീവായിട്ട് രാജ്യത്തെ നയിക്കുക, ഡെമോക്രാറ്റിക്കായി നയിക്കുക, അഭിപ്രായങ്ങൾ സ്വാഗതം ചെയ്യുക, വിമർശനങ്ങൾ സ്വാഗതം ചെയ്യുക, ഇതൊക്കെ വേണം. ഇപ്പോൾ ഇടതുപക്ഷം കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സാണ് ശരിക്കും ഇടതുപക്ഷത്തിൻ്റെ എല്ലാ സ്വഭാവം കാണിക്കുന്നത്.